ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും രാത്രിയിലേക്ക് നമ്മളെല്ലാവരും വിശ്വാസപൂർവം പ്രവേശിക്കുക. ഈ രാത്രിയിൽ ദൈവം നിശ്ചയമായി നമ്മുടെ ജീവിതത്തെ സന്ദർശിക്കും. ഈ രാത്രിയിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു കരത്തിൻ്റെ സ്പർശനം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്ന ഒരു മഹത്വത്തിൻ്റെ രാത്രിയിലേക്ക് നിങ്ങളേവരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വലതുകരടുത്ത് നമുക്ക് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒന്ന് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 115 സങ്കീർത്തനം അതിൻ്റെ 11 തിരുവചനം പറയാണ്, കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ. നോക്കുക, ദൈവം നിങ്ങളെ അഭിസംബോധന ചെയ്യാണ്. കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്ന് നിന്നെ സഹായിക്കും, അവിടുന്ന് നിന്റെ പരിചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ഭക്തരോട് അവിടുന്ന് പറയുന്നു, നീ കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്റെ സഹായവും പരിചയമാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ സഹായവും പരിചയമായി ജീവിക്കുന്ന ദൈവം ഇറങ്ങി വരുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ രാത്രി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ വലിയ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കും. നിശ്ചയമായി ഞാൻ ആത്മാവിൽ പറയട്ടെയോ, ഈ രാത്രി അത്ഭുതകരമായ ഒരു രാത്രിയാണ്. വിശ്വസിക്കുന്നവർ വലത് കരുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 30:19 വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയില്ല. കുടുംബത്തെ ഓർത്ത് കരയുന്ന വ്യക്തിയാണോ നീ? ജീവിത പങ്കാളി ഓർത്ത് കരയുന്നുണ്ടോ? മക്കളെ ഓർത്ത് കരയുന്നുണ്ടോ? ജീവിതത്തിൽ സംഭവിച്ച ചില നഷ്ടങ്ങളെ ഓർത്ത് ഓരോ രാത്രിയും നീ ഏങ്ങി കരയുന്നൊരു വ്യക്തിയാണോ? ദൈവത്തിൻ്റെ വചനം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ വചനം പറയുക, ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഉറപ്പിച്ച് പറയായി, ഇനിമേൽ 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 നീ കരയുകയില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞേ, സഹോദര സഹോദരി, ഇനിമേൽ ഇനിമേൽ നീ കരയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിന്റെ കുടുംബത്തിൽ കൂട്ടായ്മയിൽ ഒരു അഭിഷേകമായി ദൈവത്തിൻ്റെ വചനം ഇന്ന് കത്തിപ്പടരും. വചനം പറയുക, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. എത്ര വിഷയങ്ങളാണ് നമ്മുടെ കൺമുമ്പിലുള്ളതല്ലേ. ഈ കരച്ചിൻ്റെ പിറകിലൊക്കെ ചില കാരണങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. എന്നാൽ ദൈവം പറയാണ്, നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് ഉത്തരമരുളും, അത് കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. വലത് കരുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിന്റെ ജീവിതത്തിൻ്റെ ഈ രാത്രി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി നിശ്ചയിച്ച് ദൈവം പ്രവർത്തിക്കുവാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തിരഞ്ഞെടുത്ത ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ ഇതാ ദൈവം നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ, എല്ലാ തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും കരം പിടിച്ചുയർത്തുവാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. പ്രിയ സഹോദരങ്ങളെ, പെന്തക്കോസ്താ നാളിൽ അഗ്നിയായി ഇറങ്ങിയ പരിശുദ്ധാത്മാവ്, പെന്തക്കോസ്താ നാളിൽ ഒരഗ്നി മഴ പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതോടുകൂടി അപ്പസ്തോലന്മാരുടെ ചരിത്രം മാറി, സഭയുടെ അടിസ്ഥാനമിട്ടു. ഇന്ന് ഞാൻ പറയട്ടെയോ, ഇന്ന് നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിച്ചാൽ, അന്ന് വർഷിച്ചാൽ അതേ അഗ്നി ഈ ആലയത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഈ രാത്രി സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി വരും. വലത് കരുതെന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവചനത്തിൻ്റെ 10-ാം അധ്യായം
അതിൻ്റെ 17-ാം തിരുവചനം പറയാണ്, ഇതാ ഇസ്രയേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ദൈവത്തിൻ്റെ ശക്തി ഒരഗ്നി ജ്വാലയായി ഇറങ്ങി വരാൻ പോകുന്നു. അത് ജ്വലിച്ച് നിന്റെ മേൽ ഇറങ്ങുമ്പോൾ അവൻ്റെ മേലുള്ള മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ചാമ്പലാക്കുന്ന ഒരു തീ അഭിഷേകമാണ് ഈ കൂട്ടായ്മയിലൂടെ ദൈവം എൻ്റെ പ്രിയരെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു അഭിഷേകം നമ്മൾ സ്വന്തമാക്കണം. ഇനി നമ്മൾ തളർന്ന് ജീവിക്കേണ്ടവരല്ല, കരഞ്ഞ് തളർന്നു പോകേണ്ടവരല്ല. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഉണർന്നെഴുന്നേൽക്കേണ്ടവരാണ്. വലതെഴുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ച് 2 കരമൊന്നും നെഞ്ചോട് ചേർത്ത് ഏറ്റവും പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആ ഒരുക്കുന്ന രീതിയിലൊന്ന് ശാന്തമായിട്ട് നിൽക്കുക. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ, ദൈവത്തിൽ ആശ്രയിക്കുക. അവിടുന്ന് നിങ്ങളുടെ സഹായവും പരിചയമാണ്. ദൈവം പറയുക, നിനക്കൊരു പരിക്ക് പറ്റാതെ, നിനക്കൊരു തളർച്ച വരാതെ ഒരു പരിച പോലെ എൻ്റെ പ്രിയ ദൈവ പൈതലേ, നിന്റെ മുമ്പിൽ ഒരു ദൈവം ഇറങ്ങി നിൽക്കും. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നിന്റെ കണ്ണുനീരിന് ഉത്തരം നൽകുന്ന ദൈവം, നിന്റെ കരച്ചിലുകൾ കേട്ട് കരുണ കാണിക്കുന്ന ദൈവം, ഉത്തരമേകുന്ന ദൈവം. അതേ, ആ ഒരു ഉത്തരത്തിലേക്ക് നിന്നെ ഉയർത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ആ തീയാൽ നമ്മൾ ഇന്ന് കത്തിജ്വലിക്കും. ഓരോ വ്യക്തിയും ഉള്ളിൽ പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇന്ന് എൻ്റെ മേൽ ഇറങ്ങും, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർ 2 കരമൊന്ന് ഉയർത്തിക്കേ, 2 കരമൊന്ന് ഉയർത്തിക്കേ. അത്യുന്നതന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 അഗ്നിയായി അവിടെ നിറങ്ങി വരണമേ, ശക്തിയായി അവിടുന്ന് കത്തിപ്പടരണമേ. ആത്മാവിൻ്റെ തീക്ക് വേണ്ടി ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് തീയായി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. അഭിഷേക തീ ഞങ്ങളുടെ മേൽ കത്തട്ടെ, തീ കത്തട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവ് അഗ്നി കത്തിപ്പടരട്ടെ. എല്ലാ മുള്ളുകളും മുൾച്ചെടികളും ഇന്ന് കത്തി ചാമ്പലാകുന്ന ഒരഭിഷേകവും 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹല 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 രി 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 രി. എല്ലാവരും ആരാധിക്കുക, എല്ലാവരും ആരാധിക്കുക, എല്ലാവരും ആരാധിക്കുക. ദൈവം നിന്റെ അടുത്തുണ്ട്. ഒരു തീ നിന്റെ മേൽ ഇറങ്ങുന്നുണ്ട്. ഒരാഗ്നി നിന്റെ മേൽ അഭിഷേകമായി കത്തി പടരുന്ന സമയമാ. ദൈവത്തിന്റെ രാത്രി, ഈ രാത്രി ദൈവത്തിന്റെ രാത്രിയാണ്. നിന്റെ കണ്ണീരിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന രാത്രി. ശിവേ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങളൊന്നടിച്ച് എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് വേണ്ടി ആത്മാവിന്റെ തീ ഇറങ്ങണം. ഒരു കോംപ്രമൈസുമില്ല. ദൈവമേ, ആത്മാവിന്റെ തീ നിശ്ചയമായി നിന്റെ മേൽ ഇറങ്ങണം. കുടുംബത്തിന്റെ മേൽ ആ തീ ഇറങ്ങണം. ആമേൻ, ആമേൻ. ചേർന്ന് പാടാം. യേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആത്മാവേ,
കരമുയർത്തിയടിച്ച് ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ, അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ, ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പസ്തോല ഗണങ്ങളിൽ തീ പോലെ കത്തി നിന്ന പരിശുദ്ധാത്മാവ്, പ്രവാചകഗണങ്ങളെ നയിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദീർഘദർശികളുടെ മേൽ, രാജാക്കന്മാരുടെ മേൽ അവരെ മുമ്പോട്ട് നയിക്കുവാൻ ദൈവം കനിഞ്ഞരുളിൽ അഭിഷേകമുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ മകനും മകളും എന്ന നിലയിൽ അത് നമ്മുടെ അവകാശമാണ്. രണ്ട് കരങ്ങൾ കർത്ത സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. രണ്ട് കരമുയർത്തി ഈ രാത്രിയിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളെ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, കത്തി ജ്വലിക്കുന്ന ഒരു തീജ്വാല ഞങ്ങളുടെ മേൽ അയക്കണമേ. ഒരു അഭിഷേക തീ ഞങ്ങളുടെ മേൽ കൊളുത്തണമേ. മാറിപ്പോയ ജീവിതങ്ങളെ ചൂട് പിടിപ്പിക്കണമേ. വാടിപ്പോയി നിന്നെ നനയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, ജീവനറ്റതിന് ജീവൻ പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ 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 അങ്ങയുടെ അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഈ സിദ്ധതയിൽ പങ്കെടുക്കുന്നവരെ തീ പോലെ ആത്മാവ് കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, 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 ഹാലാ 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 ഹാലാ. യേശു പറഞ്ഞില്ലേ, ഞാൻ വന്നത് ഈ ലോകത്തിൽ തീടാനാണ്, ഞാൻ വന്നത് തീടാനാണ്. ആ തീ കത്തി ജ്വലിക്കണം പ്രിയപ്പെട്ടവരെ. ആ തീ നമ്മുടെ മേൽ ജ്വലിക്കട്ടെ. കുടുംബത്തിന്റെ മേൽ സ്വർഗത്തിന്റെ അഗ്നി കത്തട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഗ്ലോറി. കരങ്ങളടിക്കാൻ, വീണ്ടും കരങ്ങളടിച്ച് ആത്മാവ് കത്തിച്ചൊലിക്കാൻ, അഭിഷേകം ചൊലിക്കാൻ എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ജ്വലിച്ചിടുമൊരു തീജ്വാലമോ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ കത്തി എരിഞ്ഞിടാം, ആയുസ്സുള്ള നാളോളം പ്രിയനേ. അതേ കർത്താവേ, നിനക്കായി ആയുസ്സുള്ള കാലത്തോളം കരമുയർത്തിയടിച്ച് ആയുസ്സുള്ള നാളോളം പ്രിയനേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണമേ. ചേർന്ന് പാടി, ചേർന്ന് പാടിക്കേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയാൽ ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയാൽ ഒഴുകണമേ. വീണ്ടും കരങ്ങളടിക്കാം. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യരുടെ നിലവിളിക്ക് ദൈവം ഉത്തരം കൊടുത്തത് ദൈവം അഗ്നിയിൽ ഇറങ്ങി വന്നുകൊണ്ടാണ്. ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനം വെന്തുരുകി അവർ നിലവിളിച്ചൊരു വിമോചനത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, ദൈവം ഉത്തരം കൊടുത്തത് സീനായ് മലയിൽ ഒരഗ്നിയെ ദൈവം ഇറക്കിയ. സീനായ് മലയിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വന്നു. ഒരു പ്രവാചകനെ തേടി, ഒരുവനെ അഭിഷേകം ചെയ്യുവാൻ, കണ്ണീർ തുടച്ചു മാറ്റുവാൻ, ബന്ധനങ്ങൾ തകർക്കുവാൻ, ദൈവജനത്തിന് വിടുതൽ കൊടുക്കുവാൻ ദൈവം അഗ്നിയായി സീനായ് മലയിൽ ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ അകന്ന് ഇസ്രായേൽ ജനം പാപത്തിലേക്ക് വീണുപോ അവരെ തിരിച്ചു വിളിക്കുവാൻ കാർമൽ മലയുടെ മുകളിൽ ഏലിയാവ് കയറുമ്പോ ഒരഗ്നി സ്വർഗത്തിൽ നിറങ്ങി വരിക. എന്റെ പ്രിയരെ, ദൈവം അഗ്നിയിലൂടെ നമുക്ക് ഉത്തരം തരും. ദൈവം അഗ്നിയിലൂടെ സംസാരിക്കും. ദൈവത്തിന്റെ അഭിഷേകം അഗ്നിയിലൂടെ കടന്നു വരും. രണ്ട് കരമുയർത്തി ആ അഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഉത്തരമായ സ്വർഗത്തിന്റെ അഗ്നി. ഗ്ലോറി അപ്പാ. എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ പ്രശ്നങ്ങളുടെ ഉത്തരമായി ഈ സമയത്ത് സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങണം. സീനായ് മലയിൽ ഇറങ്ങിയ അഗ്നി, കാർമൽ മലയിൽ ഇറങ്ങിയ അഗ്നി, ദൈവത്തിന്റെ അഗ്നി, ദൈവത്തിന്റെ അഗ്നി, പെന്തക്കോസ്തായിൽ ഇറങ്ങിയ അഗ്നി. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ആലയം അഗ്നിയിൽ നിറയ്ക്കണമേ. അഗ്നി കത്തട്ടെ, അഭിഷേകത്തിന്റെ അഗ്നി, ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടട്ടെ, മഹത്വത്തിന്റെ തീ ഇറങ്ങട്ടെ, മഹത്വത്തിന്റെ അഗ്നി. ഹല്ലേലൂയ. ഓ കർത്താവേ, നിന്റെ അഗ്നി, സ്വർഗത്തിന്റെ അഗ്നി, ഓ സ്വർഗത്തിന്റെ അഗ്നിയെ, പരിശുദ്ധാത്മാവേ, 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 അനോയ്. ഹല്ലേലൂയ. ദഹിപ്പിക്കും തീയാകുമെൻ ദൈവമേ. കരങ്ങളടിച്ചൊന്ന് പാടിക്കേ. ഒരിക്കൽ കൂടി സാത്താന്റെ ശക്തികളെ തകർത്തിടുവാൻ ഏലിയാവിലെന്ന പോൽ വെളിപ്പെടണേ. ചേർന്ന് പാടി. ഏലിയാവിലെന്ന പോൽ വെളിപ്പെടണേ. കരമുയർത്തി കരമൊന്നടിച്ച്. ശക്തിയായി ഇറങ്ങണമേ. ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. എല്ലാവരും ചേർന്ന് ശക്തിയായി ഇറങ്ങണമേ. ഇറങ്ങണമേ. ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. വെളിപ്പെടണമേ. അഗ്നിയായി ഇറങ്ങണമേ. കണ്ണുകളടച്ച് ശക്തിയായി ശക്തിയായി കരങ്ങൾ ശക്തമായി എല്ലാവരും ചേർന്ന് അഗ്നിയായി. ഈ ആലയത്തിൽ ഞാൻ അഗ്നിയെ പ്രാപിക്കും. ഒരു നിശ്ചയദാന്യത്തോടെ ബോധ്യത്തോടെ അഗ്നിയായി ഇറങ്ങണമേ. വെളിപ്പെടണമേ. അഗ്നിയായി ഇറങ്ങണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും കർത്തസന്നിധിയിലേക്ക് ഉയർത്തുക. അഭിഷേകത്തോടെ ചേർന്ന് ആരാധിക്കുക. ദൈവത്തിനായി സമർപ്പിച്ച് ആരാധിക്കുക. എല്ലാ ദുഃഖ ദുരിതങ്ങളും നൊമ്പരങ്ങളും ഭാരങ്ങൾ എല്ലാം ദൈവം ഏറ്റെടുക്കുക. ഇതാ ദൈവം അഗ്നിയിൽ നിന്റെ മേലിറങ്ങി വരുന്നു. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി, അവന്റെ പരിശുദ്ധൻ അവനൊരു ജ്വാലയായി മാറും. ആ ജ്വാല നിന്നെ ആണിപ്പറ്റിക്കും. ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ. 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 ഈശോയേ, ഈശോയേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഈശോയേ എന്നൊന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്. അഭിഷേകം തന്ന ഈശോ, പരിശുദ്ധാത്മാവിനെ നൽകിയ ഈശോ, നിന്നെ സുഖപ്പെടുത്തുന്ന ഈശോ, നിന്നെ വിടുവിക്കുന്ന കർത്താവ്, കെട്ടുകൾ അടിക്കുന്ന യേശു, ബന്ധനങ്ങൾ തകർക്കുന്നവർ, വിടുതലിന്റെ ദൈവം യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയേ. ഹല്ലേലൂയ. ഹല 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 യേശുവേ. ഹല്ലേലൂയ. 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 യേശുവേ. ഈശോയേ. എൻ്റെ യേശുവേ. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന പ്രിയരെ, യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, പരിശുദ്ധാത്മാ. ആമേൻ. ജീവിതം സമർപ്പിച്ച് പാടിക്കേ. എല്ലാവരും ചേർന്ന് പാടി പാടി ആരാധിക്കുക അഭിഷേകത്തോടെ. ഹല 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 ഹല.
കരവും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഒരു നിമിഷം ശാന്തതയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കും. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നിനക്കൊരു ഭാവിയുണ്ട്. പ്രിയരെ, നിന്നെ ഭാരപ്പെടുത്തുന്നതോ തളർത്തുന്നതോ സങ്കടപ്പെടുത്തുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത് ഏറ്റെടുക്കാൻ അഭിഷേകം നിന്റെ കൂടെയുണ്ട്. ഈശോ നിന്റെ അടുത്തുണ്ട്. നന്ദി പറയുക, ജീവിതം സമർപ്പിക്കുക, കർത്താവിന് ജീവിതം കൊടുക്കുക, ഈശോയെ ജീവിതത്തിലേക്ക് വീണ്ടും ക്ഷണിക്കുക. ആശ്രയിക്കാൻ എനിക്കൊരു ദൈവമുണ്ടല്ലോ, ചേർന്ന് നിൽക്കാൻ എനിക്കൊരു ദൈവമുണ്ടല്ലോ. ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും അവഗണിച്ചാലും ഒറ്റപ്പെടുത്തിയാലും എന്നോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ യേശു, അവനെ കാണുക. ഹൃദയത്തിൽ അവന് നന്ദി സ്തുതിയും പറയുക. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഈശോ, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ചേർന്ന് പാടാമോ? ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഈശോ പറയാ, നീ കരയരുതേ കുഞ്ഞേ. എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കൂടെയുള്ള ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോയോട് പറയാം, ഞാനിനി കരയില്ല കർത്താവേ, കാരണം നീ എൻ്റെ കൂടെയുണ്ട്. നീ എൻ്റെ പരിചയം സഹായമായി എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കരച്ചിൽ കേട്ട് ഉത്തരം തരുന്ന നീ എൻ്റെ കൂടെയുണ്ട്. നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു. ഹല്ലേലൂയ.